ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് പുതിയ ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. കൺസിഡറേഷൻ. നിങ്ങൾ ഓൾറെഡി ഫെമിലിയറാണ് ഈ വേർഡ്. കാരണം ഞാൻ 10 എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ കോൺട്രാക്റ്റ് പറയുന്ന സമയത്ത് ഡിസ്കസ് ചെയ്തതാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് 10 എസെൻഷ്യൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്? അതായത് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്, ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ്, ലോഫുൾ കൺസിഡറേഷൻ, capacity of parties, free consent, lawful object, agreement not expressly declared void, certainty of meaning, possibility of performance, legal formalities. ഇതാണ് 10 എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ കോൺട്രാക്റ്റ്. അതായത് ഈ എസെൻഷ്യൽ എലമെൻറ്റ്സ് എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ആ കോൺട്രാക്റ്റിനെ നമുക്ക് ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. സോ ഈ 10 എസെൻഷ്യൽ എലമെൻറ്റ്സിൽ ആദ്യത്തെ എലമെൻറ്റ് എന്തായിരുന്നു? ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. ആ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ നോക്കാൻ പോകുന്ന എലമെൻറ്റാണ് കൺസിഡറേഷൻ. സോ നിങ്ങൾക്കറിയാം കൺസിഡറേഷൻ എന്താണ്? സംതിങ് ഇൻ റിട്ടേൺ. അപ്പോൾ സംതിങ് ഇൻ റിട്ടേൺ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഓഫർ, ഒരു പ്രോമിസർ കൊടുക്കുന്ന സമയത്ത് ഓഫർക്ക് തിരിച്ച് എന്തെങ്കിലും കിട്ടണ്ടേ? സോ ഓഫർക്ക് കിട്ടുന്ന സംതിങ് ഇൻ റിട്ടേൺ കിട്ടുന്നത് എന്താണോ അതാണ് എന്ത്? കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലാറ്റിനിൽ ഒരു ഫ്രേസ് ഉണ്ട്, ക്വിഡ് പ്രോ ക്വോ. അതിൻ്റെ അർത്ഥം സംതിങ് ഇൻ റിട്ടേൺ എന്നുള്ളതാണ്. ഈ ഒരു ടേം നിങ്ങൾ എന്തായാലും നല്ലപോലെ നോക്കി വെക്കണം. കാരണം ഒരു മാർക്കിന് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം ക്വിഡ് പ്രോ ക്വോ മീൻസ് ഡാഷ്, അങ്ങനെയായിരിക്കും ചോദിക്കുക. അപ്പോൾ ക്വിഡ് പ്രോ ക്യോൻ്റെ മീനിങ് എന്താണ്? സംതിങ് ഇൻ റിട്ടേൺ അല്ലേ? അപ്പം നമുക്ക് കൺസിഡറേഷൻ്റെ ഡെഫിനിഷൻ നോക്കാം. സെക്ഷൻ 2 സബ്സെക്ഷൻ ഡിയിലാണ് കൺസിഡറേഷൻ്റെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. നോക്കാം. When at the desire of the promiser, the promisee or any other person has done or abstained from doing or does or abstains from doing or promises to do or to abstain from doing something, such act or abstinence or promise is called a consideration for the promise. അതായത് when at the desire of the promiser, പ്രൊമിസറിൻ്റെ ഡിസൈറിനനുസരിച്ച് ദ പ്രൊമിസി ഓർ എനി അതർ പേഴ്സൺ, പ്രൊമിസിയോ അല്ലെങ്കിൽ അതർ പേഴ്സണോ ഹാസ് ഡൺ ഓർ അബ്സ്റ്റെയിൻഡ് ഫ്രം ഡൂയിങ്. ഡൺ മീൻസ് ചെയ്തു, എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു അല്ലെങ്കിൽ എന്താണ്? ചെയ്യാതിരുന്നു. ഓർ ഡസ് ഓർ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ്, ചെയ്യുന്നു, ചെയ്യാതിരിക്കുന്നു. ഓർ പ്രോമിസസ് ടു ഡു ഓർ ടു അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് സംതിങ്, അല്ലെങ്കിൽ ചെയ്യാമെന്നൊരു പ്രോമിസ് കൊടുക്കുന്നു അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം എന്ന് പറയുന്ന ഒരു പ്രോമിസ് കൊടുക്കുന്നു. സച്ച് ആക്ട് ഓർ അബ്സ്റ്റിനൻസ് ഓർ പ്രോമിസസ് കോൾഡ് കൺസിഡറേഷൻ ഫോർ ദി പ്രോമിസ്. അങ്ങനെയുള്ള ആക്റ്റോ അല്ലെങ്കിൽ അബ്സ്റ്റിനൻസോ പ്രോമിസിനെയാണ് നമ്മൾ എന്ത് പറയുക? കൺസിഡറേഷൻ എന്ന് പറയുന്നത്. സോ ഡെഫിനിഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊരു പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ അതാണ് പറയുന്നത്. അതായത് ഒരു കൺസിഡറേഷൻ എന്ന് പറയുന്നത് പാസ്റ്റ് കൺസിഡറേഷൻ ആകാം, പ്രസൻറ്റ് കൺസിഡറേഷൻ ആകാം, ഫ്യൂച്ചർ കൺസിഡറേഷൻ ആകാം. അപ്പോൾ നമ്മൾ എസെൻഷ്യൽസിൽ പഠിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് കൺസിഡറേഷൻ മേ ബി പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. ഇനി എടുക്കാൻ പോകുന്നതിൽ വീണ്ടും ഡിസ്കസ് ചെയ്യും, വിത്ത് എക്സാമ്പിളിലൂടെ നമ്മളത് പറയും. അപ്പോൾ ഒരു പ്രോമിസർ കൊടുക്കുന്ന ഓഫറിന് പ്രോമിസി നൽകുന്ന ആക്റ്റോ അല്ലെങ്കിൽ അബ്സ്റ്റിനൻസോ പ്രോമിസിനെയാണ് നമ്മൾ എന്ത് പറയുക? കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഈ ഡെഫിനിഷനിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് 3 പോയിൻ്റ് എഴുതിയിട്ടുണ്ട്. കൺസിഡറേഷൻ മേ ബി ആൻ ആക്ട്, അല്ലേ? എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നതാകാം. അല്ലെങ്കിൽ ആൻ അബ്സ്റ്റിനൻസ്, എന്തെങ്കിലും ചെയ്യാതിരിക്കുന്നതാകാം. ഓർ എന്താ പറഞ്ഞിരിക്കുന്നത്? നെക്സ്റ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് പ്രോമിസറിൻ്റെ ഡിസൈറിനായിരിക്കണം. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആ കൺസിഡറേഷൻ കൊടുക്കുന്നത് മസ്റ്റ് ബി ഡൺ ബൈ ദ പ്രൊമിസി ഓർ എനി അതർ പേഴ്സൺ, അതായത് പ്രൊമിസിയോ അല്ലെങ്കിൽ മറ്റൊരു പേഴ്സണോ ആയിരിക്കാം കൺസിഡറേഷൻ കൊടുക്കുന്നത്. ഇത്രയും കാര്യമാണ് കൺസിഡറേഷൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്. ദെൻ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എ അഗ്രീസ് ടു സെൽ ഹിസ് സ്കൂട്ടർ ടു ബി ഫോർ ₹15,000, അല്ലേ? എ ബിക്ക് സ്കൂട്ടർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര രൂപയ്ക്ക്? 15,000 കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എ സ്കൂട്ടർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള എയുടെ പ്രോമിസിന് ബി തിരിച്ചു കൊടുക്കുന്ന ഒരു പ്രോമിസ് അല്ലെങ്കിൽ കൺസിഡറേഷനാണ് ₹15,000 എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ബി എക്ക് കൊടുക്കുന്ന കൺസിഡറേഷൻ എന്താ? 15,000, അല്ലേ? അപ്പോൾ ബി 15,000 കൊടുക്കാമെന്ന് പറയുന്ന പ്രോമിസിന് എ കൊടുക്കുന്ന കൺസിഡറേഷൻ എന്താ?
സ്കൂട്ടർ സെയിൽ ചെയ്യുക എന്നുള്ളത്. ഇതാണ് കൺസിഡറേഷൻ്റെ മീനിങ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, എസെൻഷ്യൽസ് ആൻഡ് ലീഗൽ റൂൾസ് ഫോർ എ വാലിഡ് കൺസിഡറേഷൻ. അതായത് ഒരു കൺസിഡറേഷൻ വാലിഡ് കൺസിഡറേഷൻ ആവണമെങ്കിൽ കുറച്ച് ലീഗൽ റൂൾസ് ഫുൾഫിൽ ചെയ്യണം. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദ കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദി ഡിസയർ ഓഫ് ദി പ്രൊമിസർ. അതായത് പ്രൊമിസറിൻ്റെ ഡിസയറിനനുസരിച്ചിട്ടായിരിക്കണം പ്രൊമിസി എന്ത് കൊടുക്കേണ്ടത്, കൺസിഡറേഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ പ്രൊമിസറിൻ്റെ ഡിസയർ എന്താണെന്നുള്ളത് പ്രൊമിസർ എക്സ്പ്രസ്സിലെയോ അല്ലെങ്കിൽ ഇംപ്ലൈലിയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പ്രൊമിസർ പറയാത്തൊരു കാര്യം പ്രൊമിസി ചെയ്തിട്ട് അത് കോൺട്രാക്റ്റിൻ്റെ കൺസിഡറേഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. അത് വാലിഡ് കൺസിഡറേഷൻ ആവില്ല. അതാണ് ആൻ ആക്ട് ഡൺ വിത്തൗട്ട് എനി റിക്വസ്റ്റ് ഈസ് വോളണ്ടറി ആക്ട് ആൻഡ് ഡസ് നോട്ട് കം വിത്തിൻ ദ ഡെഫിനിഷൻ ഓഫ് കൺസിഡറേഷൻ, അല്ലേ? അതായത് പ്രൊമിസർ പറയാത്തൊരു കാര്യം പ്രൊമിസി വോളണ്ടറി ചെയ്തിട്ട് അത് കോൺട്രാക്റ്റിൻ്റെ കൺസിഡറേഷൻ ആണ് എന്ന് പറയുമെങ്കിൽ അതൊരു വാലിഡ് കൺസിഡറേഷൻ അല്ല. അത് എൻഫോഴ്സ് ചെയ്യാൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ ഇതിൽ പറയുന്നുണ്ട്, എം സൺസ് ഈസ് ലോസ്റ്റ് ആൻഡ് വൈ വോളണ്ടറിലി ഗോസ് ഇൻ സെർച്ച് ഫോർ ഹിം. അതായത് എമ്മിൻ്റെ മകനെ കാണാണ്ടായി. വൈ എന്ത് ചെയ്തു? വോളണ്ടറിലി. എം റിക്വസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. വൈ വോളണ്ടറിലി പോയിട്ട് കുട്ടീനെ സെർച്ച് ചെയ്യാൻ പോയി. ദെൻ കുട്ടീനെയും കൊണ്ട് വൈ വന്നിട്ടുണ്ടെങ്കിൽ വൈന് ഒരിക്കലും ഈ സെർച്ച് ചെയ്തതിനുള്ള റിവാർഡ് അല്ലെങ്കിൽ കൺസിഡറേഷൻ ചോദിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ റിവാർഡ് ചോദിക്കാൻ കഴിയില്ല. കാരണം വൈ ചെയ്ത കാര്യം വോളണ്ടറി ആക്റ്റാണ്. എമ്മിൻ്റെ റിക്വസ്റ്റിനനുസരിച്ചിട്ടല്ല എന്ത് ചെയ്തിരിക്കുന്നത്, വൈ സെർച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, താഴെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഉണ്ട്, നോക്കാം. എ പ്രോമിസ് ടു ഗിവ് ഡൊണേഷൻ ഈസ് നോട്ട് എൻഫോഴ്സിബിൾ ആസ് ദർ ഇസ് നോ ബെനിഫിറ്റ് ടു ദി പ്രൊമിസർ. ബട്ട് ഇഫ് ദ പ്രൊമിസി ഹാസ് ഇൻകേർഡ് ലയബിലിറ്റി റിലയിങ് അപ്പോൺ ദ പ്രോമിസ് ഇറ്റ് ഈസ് എൻഫോഴ്സിബിൾ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഓർഫനേജിക്ക് ഒരു 10 lakh rupees ഡൊണേഷൻ കൊടുക്കാമെന്നൊരു പ്രോമിസ് കൊടുത്തു. പക്ഷേ ഈ 10 lakh കൊടുക്കുന്നത് കൊണ്ട് പ്രോമിസർക്ക് വല്ല ബെനിഫിറ്റും ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ പിന്നീട് എയുടെ പ്രോമിസ് ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ, അതായത് 10 lakh rupees ഡൊണേഷൻ കൊടുത്തില്ലെങ്കിൽ പോലും ഓർഫനേജുകാർക്ക് എക്കെതിരെ കേസ് കൊടുക്കാനൊന്നും പറ്റില്ല. അതാണ് ഇറ്റ് ഈസ് നോട്ട് എൻഫോഴ്സിബിൾ എന്ന് പറയുന്നത്. ഓർഫനേജുകാർക്ക് എക്കെതിരെ കേസൊന്നും കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഇഫ് ദ പ്രൊമിസി ഹാസ് ഇൻകേർഡ് ലയബിലിറ്റി, അതായത് ഓർഫനേജുകാർ എയുടെ പ്രോമിസിൻ്റെ ഉറപ്പിൽ എന്ത് ചെയ്തു, അതർ പാർട്ടിയായിട്ട് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തു. അതായത് അവൻ്റെ ഓർഫനേജിൻ്റെ ബിൽഡിംഗ് ഒക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോൺട്രാക്ടറിനെ വിളിച്ച് ബിൽഡിങ് കൺസ്ട്രക്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പൈസ 10 lakh rupees തരും എന്നുള്ള ഒരു ഉറപ്പിലാണ് അവരിതൊക്കെ ചെയ്യുന്നത്. സോ എയുടെ ആ ഡൊണേഷൻ തരാം എന്നുള്ളൊരു പ്രോമിസ് കാരണം കൊണ്ട് ഓർഫനേജിലുള്ളവർക്ക് എന്ത് ഇൻകർ ചെയ്തു, ലയബിലിറ്റി ഇൻകർ ചെയ്തു. സോ ഇങ്ങനെ ലയബിലിറ്റി ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോമിസി അല്ലെങ്കിൽ അതായത് ഓർഫനേജുകാർക്ക് എന്ത് ചെയ്യാം, ഈ കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യാം, അതായത് എക്കെതിരെ കേസ് ഫയൽ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ നോക്കിയത് ഫസ്റ്റ് എസെൻഷ്യലാണ്, അതായത് കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദി ഡിസയർ ഓഫ് ദി പ്രോമിസർ. നെക്സ്റ്റ് എസെൻഷ്യൽ റൂൾ നോക്കാം. കൺസിഡറേഷൻ മേ മൂവ് ഫ്രം ദ പ്രൊമിസി ഓർ എനി അതർ പേഴ്സൺ. അതായത് ഈ കൺസിഡറേഷൻ പ്രൊമിസർക്ക് കൊടുക്കണം എന്നുള്ളത് പ്രൊമിസി തന്നെ ചെയ്യണമെന്നില്ല. തേർഡ് പേഴ്സണും എന്ത് ചെയ്യാം, കൺസിഡറേഷൻ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബിക്ക് ഒരു ഓഫർ കൊടുത്തു, സ്കൂട്ടറാണ് ഓഫർ ചെയ്യുന്നത്. സോ ബി തിരിച്ച് എക്ക് എന്ത് കൊടുക്കണം, കൺസിഡറേഷൻ കൊടുക്കണം. അപ്പോൾ ബിക്ക് പകരം ബിക്ക് വേണ്ടി വേണമെങ്കിൽ സിക്ക് എന്ത് ചെയ്യാം, സി എന്ന വ്യക്തിക്ക് കൺസിഡറേഷൻ കൊടുക്കാം. പക്ഷേ സിക്ക് ആ കോൺട്രാക്റ്റിലൊരു റൈറ്റ് കിട്ടണമെങ്കിൽ അത് സി എന്ന് പറയുന്നത് കോൺട്രാക്റ്റിംഗ് പാർട്ടി ആയിരിക്കണം. അതായത് സിക്ക് എന്തെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ട് രണ്ട് പാർട്ടീസിനെതിരെ കേസ് ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സി ആ കോൺട്രാക്റ്റിംഗ് പാർട്ടീസ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ സിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതിനാണ് നമ്മൾ എന്ത് പറയുക, പ്രിൻസിപ്പിൾസ് ഓഫ് കൺസ്ട്രക്റ്റീവ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് റൂളാണ് കൺസിഡറേഷൻ മേ ബി പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. അപ്പം നേരത്തെ ഞാൻ ഇതാണ് പറഞ്ഞത്. ഡെഫിനിഷനിൽ കൺസിഡറേഷൻ്റെ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ കൊടുത്തിട്ടുണ്ട് ഹാസ് ഡൺ ഓർ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ്, ഡസ്
ഓർ അബ്സ്റ്റെയിൻസ് ഫ്രം ഡൂയിങ്, പ്രോമിസസ് ടു ഡു ഓർ ടു അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് സംതിങ്. അങ്ങനെ നമ്മൾ കുറച്ച് ഡെഫിനിഷനിൽ കുറച്ച് സെൻറ്റൻസ് കണ്ടു അല്ലേ. അപ്പോൾ അതിൻ്റെ മീനിങ് ആണ് കൺസിഡറേഷൻ മേ ബി പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്നുള്ളത്. കൺസിഡറേഷൻ എന്ന് പറയുന്നത് പാസ്റ്റ് കൺസിഡറേഷൻ ആവാം, പ്രസൻറ്റ് കൺസിഡറേഷൻ ആവാം, ഫ്യൂച്ചർ കൺസിഡറേഷൻ ആവാം. അപ്പോൾ എന്താണ് പാസ്റ്റ് കൺസിഡറേഷൻ? ഇഫ് ദ പ്രൊമിസർ ഹാഡ് റിസീവ്ഡ് ദ കൺസിഡറേഷൻ ബിഫോർ ദ ഡേറ്റ് ഓഫ് പ്രോമിസ് ഇറ്റ് ഈസ് നോൺ ആസ് പാസ്റ്റ് കൺസിഡറേഷൻ. അതായത് പ്രോമിസ് കൊടുക്കുന്നതിന് മുമ്പ് എന്ത് കിട്ടിയിട്ടുണ്ട്? പ്രൊമിസർക്ക് കൺസിഡറേഷൻ കിട്ടിയിട്ടുണ്ട് എങ്കിൽ ആ കൺസിഡറേഷനെ നമ്മൾ എന്ത് പറയും? പാസ്റ്റ് കൺസിഡറേഷൻ എന്ന് പറയും. താഴെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. വൈ റെൻഡർ സം സർവീസസ് ടു എച്ച് അല്ലേ, അറ്റ് ലേറ്റേഴ്സ് ഡിസയേഴ്സ്. അതായത് എച്ചിൻ്റെ ഡിസൈൻ അനുസരിച്ചിട്ട് വൈ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സർവീസസ് എച്ചിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് എച്ച് പറയാണ്, നീ എനിക്ക് കഴിഞ്ഞ മാസം ഒരു കാര്യം ചെയ്ത് തന്നില്ലേ, ഞാൻ പറഞ്ഞപ്പോൾ നീ എനിക്ക് ചെയ്ത് തന്നില്ല, അതുകൊണ്ട് ഞാൻ നിനക്ക് ഇത്ര റുപ്പീസ് തരാട്ടോ, ഒരു 10,000 റുപ്പീസ് എന്തായാലും തരാട്ടോ എന്ന് എച്ച് പിന്നീട് പ്രോമിസ് കൊടുക്കുകയാണെങ്കിൽ അത് എന്ത് കൺസിഡറേഷൻ ആയിരിക്കും? പാസ്റ്റ് കൺസിഡറേഷൻ ആയിരിക്കും. അതായത് എച്ച് എന്ന് പറയുന്ന പ്രോമിസർക്ക് ഓൾറെഡി എന്ത് ചെയ്ത് കിട്ടി? വൈൻ്റെ കയ്യിൽ നിന്ന് കൺസിഡറേഷൻ കിട്ടി, വൈ സർവീസ് റെൻഡർ ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് എച്ച് എന്ത് ചെയ്യുന്നത്? പ്രോമിസ് കൊടുക്കുന്നത്, പകരം നിനക്ക് 10,000 റുപ്പീസ് തരാട്ടോ എന്നുള്ള പ്രോമിസ് കൊടുക്കുന്നത്. അതുകൊണ്ട് എച്ചിന് ഓൾറെഡി കിട്ടിയ കൺസിഡറേഷൻ എന്ന് പറയുന്നത് പാസ്റ്റ് കൺസിഡറേഷൻ ആണ്. Then present or executed consideration. Present consideration means if the promiser receive consideration simultaneously with his promise it is known as present consideration. അതായത് പ്രോമിസ് കൊടുക്കുമ്പോൾ തന്നെ ആ പ്രോമിസ് കൊടുക്കുന്നതിനുള്ള കൺസിഡറേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? പ്രസൻറ്റ് കൺസിഡറേഷൻ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട്, എ ബൈസ് ആൻ ആർട്ടിക്കിൾ ഫ്രം ദ ഷോപ്പ്. ആർട്ടിക്കിളോ ബുക്സോ എന്തായാലും കുഴപ്പമില്ല. എ എന്ത് ചെയ്യണം? ഷോപ്പിൽ നിന്ന് ഒരു ബുക്ക് വാങ്ങുകയാണെന്ന് വിചാരിക്കാം. ബുക്ക് വാങ്ങുമ്പോൾ എന്ത് ചെയ്യും? അപ്പം തന്നെ ക്യാഷ് നമ്മൾ കൊടുക്കും. സോ ഇവിടെ എന്താ നടക്കുന്നത്? പ്രോമിസും കൺസിഡറേഷനും അറ്റ് എ ടൈമാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെന്ത് പറയാം? പ്രസൻറ്റ് കൺസിഡറേഷൻ ഓർ എക്സിക്യൂട്ടഡ് കൺസിഡറേഷൻ. ദാറ്റ് ഈസ് ബുക്ക് എക്ക് കിട്ടണമുണ്ട്, എ എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ച് ക്യാഷ് കൊടുക്കണമുണ്ട്. ദെൻ ഫ്യൂച്ചർ ഓർ എക്സിക്യൂട്ടറി കൺസിഡറേഷൻ. ഫ്യൂച്ചർ ഓർ എക്സിക്യൂട്ടറി കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് കോൺട്രാക്റ്റും പാർട്ടീസും എന്ത് ചെയ്യുന്നുണ്ട്? അവൻ്റെ കൺസിഡറേഷൻ പാസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നത് ടു ഫ്യൂച്ചർ ഡേറ്റിലാണ്. അപ്പോൾ വേർ കൺസിഡറേഷൻ ഓൺ ബോത്ത് സൈഡ് ഈസ് ടു മൂവ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ് ഇറ്റ് ഈസ് കോൾഡ് ഫ്യൂച്ചർ കൺസിഡറേഷൻ. അല്ലെങ്കിൽ എന്ത് പറയും? എക്സിക്യൂട്ടറി കൺസിഡറേഷൻ. രണ്ടുപേരും കൺസിഡറേഷൻ കൊടുക്കാം അല്ലെങ്കിൽ കൺസിഡറേഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഫ്യൂച്ചർ ഡേറ്റിലാണെങ്കിലാണ് നമ്മൾ ആ കൺസിഡറേഷൻ എന്ത് പറയുക? ഫ്യൂച്ചർ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. എക്സിൻ്റെ കമ്പ്യൂട്ടർ ഫോർ ₹33,000 സെയിൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ടൊരു ഓഫർ കൊടുക്കുകയാണ്. ആഫ്റ്റർ എ വീക്ക്, അതായത് നെക്സ്റ്റ് വീക്ക് എക്സിൻ്റെ കമ്പ്യൂട്ടർ ഫോർ ₹33,000 വൈക്ക് സെയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊരു എക്സ് ഒരു ഓഫർ വൈക്ക് കൊടുത്തു. അപ്പോൾ വൈ തിരിച്ച് ഒരു പ്രോമിസ് കൊടുത്തിട്ടുണ്ട്. എപ്പോഴാണോ എക്സ് ആ കമ്പ്യൂട്ടർ ഡെലിവർ ചെയ്യുന്നത്, എപ്പോഴാണോ കൊടുക്കുന്നത്, ആ സമയം ഈ 33,000 റുപ്പീസ് പേ ചെയ്തോളാം എന്ന് പറയുന്ന ഒരു പ്രോമിസ്. അപ്പോൾ ഇതൊന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കമ്പ്യൂട്ടർ പറയുന്ന എക്സിൻ്റെ കൺസിഡറേഷനും 33,000 പറയുന്ന വൈൻ്റെ കൺസിഡറേഷനും എന്താണ്? മൂവ് ചെയ്യുന്നത് അറ്റ് ഫ്യൂച്ചർ ഡേറ്റിലാണ്. കൊടുക്കുന്നത് എന്താണ്? എക്സ്ചേഞ്ച് ചെയ്യുന്നത് അറ്റ് ഫ്യൂച്ചർ ഡേറ്റിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഫ്യൂച്ചർ കൺസിഡറേഷൻ ആണ്. നെക്സ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് കൺസിഡറേഷൻ നീഡ് നോട്ട് ബി അഡിക്വേറ്റ്. അതായത് ഈവൻ കൺസിഡറേഷൻ ആഡിക്കേറ്റ് അല്ലെങ്കിൽ പോലും നമ്മുടെ കൺസിഡറേഷൻ വാലിഡ് കൺസിഡറേഷൻ ആകും, കോൺട്രാക്റ്റ് വാലിഡ് ആണ്. ഫോർ എക്സാമ്പിൾ പറയുന്നുണ്ട്, ബി സെൽ ഹി സ്കൂട്ടർ വർത്ത് ₹28,000 ഫോർ സം ഓഫ് ₹15,000 ടു എ. അതായത് 28,000 വാല്യൂ ഉള്ള ഒരു സ്കൂട്ടർ ബി എക്ക് കൊടുക്കുന്നത് എത്ര രൂപയ്ക്കാണ്? 15,000 ആണ്. അപ്പോൾ എ 15,000 കൊടുക്കുന്നത്, അതായത് എ കൊടുക്കുന്ന 15,000 എന്ന് പറയുന്നത് അഡിക്വേറ്റ് കൺസിഡറേഷൻ അല്ല. ആ സ്കൂട്ടറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 28,000 വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 15,000 അല്ലേ. എ കൊടുക്കുന്ന കൺസിഡറേഷനെക്കാട്ടും വാല്യൂ ഉള്ള ഒരു സാധനമാണ് ബി കൊടുക്കുന്നത്. അപ്പോൾ എ കൊടുക്കുന്ന കൺസിഡറേഷൻ ഇവിടെ എന്തല്ല? അഡിക്വേറ്റ് അല്ല. ഈവൻ അഡിക്വേറ്റ് അല്ലെങ്കിൽ പോലും എന്താണ്? അതൊരു വാലിഡ് കൺസിഡറേഷൻ ആണ്, കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് എലമെൻറ്റ്, ഇറ്റ് മസ്റ്റ് ബി റിയൽ നോട്ട് ഇല്യൂസറി. അതായത് നമ്മൾ കൊടുക്കുന്ന കൺസിഡറേഷൻ എന്ന് പറയുന്നത് സെർട്ടൈൻ ആയിരിക്കണം, അതുമാതിരി തന്നെ ഇല്യൂസറി ആവാൻ പാടില്ല.
അത് ഫിസിക്കലി പോസിബിൾ ആകുന്നൊരു കൺസിഡറേഷൻ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ താഴെ കൊടുക്കുന്നുണ്ട്. അതായത് എ എൻഗേജസ് ബി ഫോർ ഡൂയിങ് സർട്ടൻ വർക്ക് ആൻഡ് പ്രോമിസ്ഡ് ടു പേ റീസണബിൾ റിമ്യൂണറേഷൻ. അതായത് എ ബീൻ്റെ അടുത്തൊരു കാര്യം ചെയ്യാൻ പറയാണ്, നീ ചെയ്യുന്നതിന് ഞാൻ നിനക്ക് റീസണബിൾ ആയിട്ടുള്ളൊരു റിമ്യൂണറേഷൻ തരാം കേട്ടോ എന്നാണ് പറയുന്നത്. അല്ലാതെ എത്ര എമൗണ്ട് എന്ന് സർട്ടൻ ചെയ്തിവിടെ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ എ കൊടുക്കാമെന്ന് പറയുന്ന കൺസിഡറേഷൻ എന്ന് പറയുന്നത് സർട്ടൻ അല്ല, അതൊരു വാലിഡ് കൺസിഡറേഷൻ അല്ല. ദെൻ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എ പ്രോമിസസ് ടു പുട്ട് ലൈഫ് ഇൻ ടു ബീസ് ഡെഡ് വൈഫ് ആൻഡ് ബി പ്രോമിസസ് ടു പേ ₹5 lakh. അതായത് എ പറയുന്നുണ്ട് ബിയുടെ ഭാര്യയ്ക്ക് ജീവൻ വെപ്പിച്ച് തരാം. അപ്പോൾ ബി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ 5 ലക്ഷം രൂപ തരാം എന്ന് പറയുന്നത്. സോ എ കൊടുക്കുന്ന കൺസിഡറേഷൻ എന്ന് പറയുന്നത് എ ചെയ്യാമെന്ന് പറയുന്ന കാര്യം ഇല്യൂസറിയാണ്, ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. സോ എ കൊടുക്കുന്ന കൺസിഡറേഷൻ എന്ന് പറയുന്നത് വാലിഡ് കൺസിഡറേഷൻ അല്ല. എന്താണ്? ഇറ്റ് മസ്റ്റ് ബി റിയൽ, നോട്ട് ഇല്യൂസറി. നെക്സ്റ്റ് പോയിൻ്റ്, കൺസിഡറേഷൻ മസ്റ്റ് ബി ലോഫുൾ. അതായത് ഒരു കോൺട്രാക്റ്റിലെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് ലോഫുൾ കൺസിഡറേഷൻ ആയിരിക്കണം. അൺലോഫുൾ കൺസിഡറേഷൻ ആണെങ്കിൽ നമുക്ക് ആ കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. സോ ഒരു കൺസിഡറേഷൻ വാലിഡ് കൺസിഡറേഷൻ ആവണമെങ്കിൽ അത് ലോഫുൾ കൺസിഡറേഷൻ ആയിരിക്കണം. അപ്പോൾ എന്താണ് അൺലോഫുൾ കൺസിഡറേഷൻ? ദ കൺസിഡറേഷൻ ഈസ് അൺലോഫുൾ ഇഫ് ഇറ്റ് ഈസ് ഫോർബിഡൻ ബൈ ലോ. അതായത് ലോ പ്രൊഹിബിറ്റ് ചെയ്യുന്ന കൺസിഡറേഷൻ ആണെങ്കിൽ അത് അൺലോഫുൾ കൺസിഡറേഷൻ ആണ്. ഓർ ഇറ്റ് ഈസ് ഓഫ് സച്ച് എ നേച്ചർ ദാറ്റ് ഇറ്റ് ഈസ് ഇഫ് പെർമിറ്റഡ് ഇറ്റ് വുഡ് ഡിഫീറ്റ് ദ പ്രൊവിഷൻസ് ഓഫ് എനി ലോ. അതായത് കൺസിഡറേഷൻ എക്സിസ്റ്റിംഗ് ലോയിൽ ഏതെങ്കിലും ഒരു പ്രൊവിഷന് ഡിഫീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കൺസിഡറേഷൻ ആണെങ്കിൽ അത് അൺലോഫുൾ കൺസിഡറേഷൻ ആണ്. ദെൻ ഇഫ് ഇറ്റ് ഈസ് ഫ്രോഡുലൻറ്റ് കൺസിഡറേഷൻ അൺലോഫുൾ ആണ്. ദെൻ ഇറ്റ് ഇംപ്ലൈസ് ഇഞ്ചറി ടു ദ പേഴ്സൺ ഓർ പ്രോപ്പർട്ടി ഓഫ് അനദർ. ഏതെങ്കിലും ഒരു പേഴ്സണോ അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ പ്രോപ്പർട്ടിക്ക് ഹാംഫുൾ ആകുന്നുള്ള കൺസിഡറേഷൻ അൺലോഫുൾ കൺസിഡറേഷൻ ആണ്. ദെൻ ദ കോർട്ട് റിഗാർഡ്സ് ഇറ്റ് ഈസ് ഇമ്മോറൽ ഒപ്പോസിറ്റ് ടു പബ്ലിക് പോളിസി. അപ്പോൾ കോർട്ടിൻ്റെ ഡിസിഷൻ അനുസരിച്ചിട്ട് ഇമ്മോറൽ അല്ലെങ്കിൽ പബ്ലിക് പോളിസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കൺസിഡറേഷനൊക്കെ അൺലോഫുൾ കൺസിഡറേഷൻ ആണ്. സോ ഇങ്ങനെയുള്ള കൺസിഡറേഷൻ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, വാലിഡ് കൺസിഡറേഷൻ ആവില്ല. സോ കോൺട്രാക്റ്റ് ഫോം ചെയ്യാൻ പറ്റില്ല. താഴെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എക്സ് പ്രോമിസ് ടു വൈ ആൻ എംപ്ലോയ്മെൻറ്റ് ഇൻ പബ്ലിക് സർവീസ് ആൻഡ് വൈ പ്രോമിസസ് ടു പേ ₹15,000 ടു എക്സ്. എക്സ് വൈക്ക് ഗവൺമെൻറ് ജോലിയാണ് എന്ത് ചെയ്യുന്നത്, പ്രോമിസ് ചെയ്യുന്നത്. വൈ തിരിച്ച് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ട് ₹15,000 കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതെന്ന് പറയുന്നത് വാലിഡ് കൺസിഡറേഷൻ ആണോ? അല്ല, ഇത് അൺലോഫുൾ കൺസിഡറേഷൻ ആണ്. സോ ഈ ഒരു കോൺട്രാക്റ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. വോയിഡ് എഗ്രിമെൻ്റ് ആണ് ഇത്. ദെൻ ലാസ്റ്റ് പോയിൻ്റ്, ഇറ്റ് മസ്റ്റ് ബി സംതിങ് വിച്ച് ദ പ്രൊമിസറി ഈസ് നോട്ട് ഓൾറെഡി ബൗണ്ട് ടു ഡു. അതായത് ഒരു പേഴ്സൺ ഏതെങ്കിലും ഒരു ലോ പ്രകാരമോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് കോൺട്രാക്റ്റ് പ്രകാരമോ ഓൾറെഡി കുറച്ച് ഡ്യൂട്ടീസ് പെർഫോം ചെയ്യാനുണ്ട്. ആ ഡ്യൂട്ടി പെർഫോം ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള പ്രോമിസ് എന്ന് പറയുന്നത് വാലിഡ് കൺസിഡറേഷൻ അല്ല. അതുകൊണ്ടാണ് താഴെ പറഞ്ഞിരിക്കുന്നത് എ പ്രോമിസ് ടു പെർഫോം എ പബ്ലിക് ഡ്യൂട്ടി ബൈ പബ്ലിക് സെർവൻറ്റ് ഈസ് നോട്ട് എ കൺസിഡറേഷൻ. അതായത് പബ്ലിക് സെർവൻറ്റ് അയാളുടെ ഡ്യൂട്ടി ചെയ്തോളാം എന്ന് പറയുന്ന കൺസിഡറേഷൻ എന്ന് പറയുന്നത് വാലിഡ് കൺസിഡറേഷൻ അല്ല. താഴെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എ പ്രോമിസ് ടു പേ മണി ടു പോലീസ് ഓഫീസർ ടു ഇൻവെസ്റ്റിഗേറ്റ് ഇൻ ടു എ ക്രൈം. അതായത് എ പോലീസ് ഓഫീസറിന് സർട്ടൈൻ സം ഓഫ് മണി പ്രോമിസ് ചെയ്തിട്ടുണ്ട്. എന്തിന്? ക്രൈം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ പോലീസ് ഓഫീസറിൻ്റെ ഡ്യൂട്ടിയാണ് ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്നുള്ളത്. സോ പോലീസ് ഓഫീസറിൻ്റെ കൺസിഡറേഷൻ, അതായത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ കൺസിഡറേഷൻ എന്ന് പറയുന്നത് വാലിഡ് കൺസിഡറേഷൻ അല്ല. ദെൻ താഴെ ഒരു പോയിന്റ് പറയുന്നുണ്ട്. വേർ ദ പേഴ്സൺ ബീങ് ഓൾറെഡി അണ്ടർ ലീഗൽ ഡ്യൂട്ടി എഗ്രീഡ് ടു ഡു മോർ ദാൻ ഹീ ഈസ് ബൗണ്ട് ടു ഡു വിൽ ബി എ ഗുഡ് കൺസിഡറേഷൻ ഫോർ ദ പ്രോമിസ്. അതായത് പ്രോമിസ് ചെയ്യുന്നത് അയാൾ ഓൾറെഡി ചെയ്യുന്ന ഡ്യൂട്ടിയേക്കാൾ കൂടുതൽ ചെയ്യാം എന്ന് പ്രോമിസ് നൽകുകയാണെങ്കിൽ അതൊരു വാലിഡ് കൺസിഡറേഷൻ ആയിരിക്കും. സോ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ഒരു കൺസിഡറേഷൻ വാലിഡ് കൺസിഡറേഷൻ ആവേണ്ട എസെൻഷ്യൽസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് പോയിന്റ്, കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ. ദെൻ കൺസിഡറേഷൻ മേ മൂവ് ഫ്രം ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. കൺസിഡറേഷൻ മേ ബി പാസ്റ്റ്, പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ. ദെൻ കൺസിഡറേഷൻ നീഡ് നോട്ട് ബി അഡിക്വേറ്റ്. ദെൻ ഇറ്റ് മസ്റ്റ് ബി റിയൽ, നോട്ട് ഇല്യൂസറി. Then consideration must be lawful. It must be something which the promissory is not already bound to do. ഇതൊക്കെയാണ് ഒരു കൺസിഡറേഷൻ വാലിഡ് കൺസിഡറേഷൻ ആവാൻ വേണ്ടി ഫുൾഫിൽ ചെയ്യേണ്ട ലീഗൽ റൂൾസ്.